ആ യാത്രയിൽ ഞാൻ കണ്ടത് ആരെയൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? ഇത് കണ്ട് നിങ്ങൾ ഞെട്ടരുത്. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഇന്നെ ഡിങ്കുവിനെ കാണാൻ. രാമോജിലുള്ള നമ്മുടെ പെങ്കൊച്ച കേട്ടോ. നമുക്ക് 2 പിള്ളേരാ. ഇത് ഇളയിറക്കാൻ കുട്ടപ്പായി. അവനെ ആരെയും കൈ കാണിച്ച് വിളിച്ചവനങ്ങ് ചെല്ലും കേട്ടോ. നമ്മുടെ അതേ സ്വഭാവമുള്ള ചേട്ടൻ അപ്പുറത്തിരുന്ന് അവനെ തോണ്ടി വിളിച്ചു കേട്ടോ. ചേട്ടൻ ഇങ്ങോട്ട് പോയി ചേട്ടാന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കാണിച്ച് ഭയങ്കര നാണം കൊടുങ്ങി പുള്ളി എന്നെല്ലാം അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ആ ചേട്ടനോട് ഹായ് ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്നപ്പോഴാണ് നമ്മളെ കാണുന്നത്. ആടിയ പോളി നമ്മൾ വിടുവോ? ഞാൻ കുറേ നേരമായിട്ട് അവനെ ട്യൂൺ ചെയ്യുന്നു. അവൻ നോക്കുന്നില്ലായിരുന്നു. അവനവൻ അമ്മച്ചൻ കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ. ഏതാണ്ട് പ്രോഗ്രസ്സുകൾ ഒപ്പിടിക്കാൻ വന്നു. കൊച്ചിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അതെന്നാ പോലും. എന്നാലും ഞങ്ങളെ കമ്പനിയായ പിന്നെ എന്നാ വർത്താനമായി വിശേഷം പറച്ചിലായി. ഞാനവിടെ പപ്പിക്കൊട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അവളെ കിടന്ന് ഊട്ടിയിട്ട് പിടുത്തവും ഭയങ്കര കളിയും പരിപാടി. അതൊക്കെ കഴിഞ്ഞ് ടാറ്റ പറഞ്ഞ് പോകാൻ നേരത്താണ് മൂത്തം വന്നത്. അവൻ്റെ പേര് ജാങ്കോ എന്നാ. 2 പേരെ അമ്മച്ച് പൂക്കുറ്റി വഴക്ക് പറയുന്നത് കേട്ടോ. അതും കണ്ടിട്ടാ ഞാൻ തിരിച്ചു പോകുന്നേ. കാര്യം എന്നതാ, ഫിലിം സിറ്റി കിടക്കുന്ന റെഡ് കാർപ്പറ്റ് എല്ലാം കൂടെ കടിച്ച് കീറുവാന്നമാര്. ഞാനും അമിതാഭ് ബച്ചനും ഒക്കെ നടക്കുന്നതല്ലേ, അത് കടിച്ചു കളഞ്ഞാൽ കൊള്ളാവോ? അമ്മച്ചി വഴക്ക് പറഞ്ഞ് മാറ്റി വെച്ചു. ഇവരെയാണ് ഞാൻ കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഡിങ്കുവിനെ പിള്ളേരെ കാണുവാണെങ്കിൽ ഈ മാമൻ്റെ കാര്യം ഒന്ന് ഓർപ്പിച്ചേക്കണം കേട്ടോ.